ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കർക്കിടക സംക്രാന്തി ആയിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ ഉള്ളൊക്കെ ഞാൻ എപ്പോഴും ക്ലീൻ ആയിട്ടാണ് വെക്കാറുള്ളത്. ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഞാൻ എപ്പോഴും ക്ലീൻ ആക്കാറുണ്ട്. ഓരോ പ്രോഡക്റ്റ്സ് ഡെലിവറി വരുന്നതിൻ്റെയും പ്ലാസ്റ്റിക്കും ഇതൊക്കെ ആയിട്ട് എല്ലാം കൂടെ ഞാൻ മുകളിലാണ് കേട്ടോ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം കേട്ടോ. എനിക്ക് വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ വേസ്റ്റ് ഒന്നും വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നത്. മുകളിൽ കൊണ്ടുവച്ചത് കുറേ ആകുമ്പോഴാട്ടോ ഞാൻ താഴെ കൊണ്ട് വെക്കാറുള്ളത്. സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് അവർ എല്ലാ മാസവും വരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ താഴെ ഇതെല്ലാം കൊണ്ട് വെക്കാനിടയ്ക്ക് മറന്നു പോകും. പക്ഷേ കുറേ വേസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും കർക്കിടക സംക്രാന്തി ആണല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീൻ ആക്കാം. ഞാൻ ഇവിടേക്ക് എപ്പോഴും ക്ലീൻ ആക്കാറുള്ളതാണ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് അധികം പണിയിലായിരുന്നു. അതുകൊണ്ടൊന്നും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തന്നെ ക്ലീനിങ് തുടങ്ങാം. ഈ ഇരിക്കുന്ന സാധനങ്ങളൊന്നും എൻ്റെ ഇല്ല കേട്ടോ, താഴെയുള്ള ആൾക്കാരുടെയാണ്. അവർക്ക് അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ എവിടെ ക്ലീൻ ആക്കാന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ ക്ലീൻ ആക്കും. എന്നാലാണ് എനിക്കൊരു തൃപ്തി വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിലൊക്കെ പൊടി ഉണ്ടല്ലോ, അവിടെ വൃത്തിയായിട്ടില്ല അങ്ങനെ തോന്നിക്കൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ കടച്ചു കൂട്ടി വെക്കുന്നുണ്ട്. അധികം മാറാലൊന്നും വരാറില്ല. ചെറുതായിട്ട് ഉണ്ടാവാറുണ്ട്, അതൊക്കെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പല്ലിക്കുട്ടി ഓടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ പിടിക്കാൻ നിന്നില്ല, കാരണം നമുക്ക് കുറേ പണി. മുകളിൽ ഒരു ജനൽ മാത്രം ഞാൻ തുറന്നിടും, കാറ്റൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അതിൽ കൂടെ കയറി വരുന്നതാണ് ഈ പല്ലികളൊക്കെ. വീടിൻ്റെ ഉള്ളിലാണ് പല്ലീനെ കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ മറ്റേ റാറ്റ് ട്രാപ്പ് ഇല്ലേ, അത് വെച്ചിട്ട് അതിനെ പിടിക്കുക. എനിക്ക് പല്ലീനെ ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ വേസ്റ്റ് ഒന്നും എനിക്ക് കാണുമ്പോഴേ എന്തോ പോലെ തോന്നും. ഞാൻ ഇവിടെ വന്നേ പിന്നെ ഒരുപാട് പല്ലീനെ ആ റാറ്റ് ട്രാപ്പ് വെച്ചിട്ട് പിടിച്ച് കൊന്നിട്ടുണ്ട്. പല്ലീനെ നമുക്ക് തല്ലി കൊല്ലാൻ പറ്റില്ല, കാരണം നമ്മൾ എന്തെങ്കിലും വെച്ച് അതിനെ തല്ലി കഴിഞ്ഞാൽ അത് നമ്മുടെ മേത്തേക്ക് ചാടും. പല്ലീനെ കൊല്ലാനായിട്ട് ഏറ്റവും നല്ലത് റാറ്റ് ട്രാപ്പാണ് കേട്ടോ. അങ്ങനെ മുകളിൽ ഒരു പോർഷൻ മാത്രം അടിച്ചു വാരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റ് ഒക്കെ എടുത്ത് താഴെ കൊണ്ട് വെക്കാം, എന്നാലാണ് ഇവിടേക്ക് ഒന്ന് അടിച്ചു വരാൻ. ഒരു ലോഡ് സാധനങ്ങളുണ്ട്, എടുത്തിട്ട് തീരുന്നു. എനിക്കാണെങ്കിൽ ഓരോന്ന് എടുക്കുമ്പോൾ പേടിയുണ്ടാകും ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പല്ലി ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് അതിൻ്റെ ഉള്ളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടേക്ക് ഞാൻ നല്ലപോലെ അടിച്ചു വരി എടുക്കുന്നുണ്ട്, കാരണം വേസ്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. ഞാൻ അടിച്ചു വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് എടുക്കുക ആൾ വരും, പിന്നെ പേപ്പറൊക്കെ നമുക്ക് കത്തിച്ച് കളയാം. അപ്പോൾ ബാക്കിയുള്ള കുപ്പി സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതും ഹരിതകർമ്മസേന എടുക്കുമെന്ന് അറിയില്ല. എടുക്കുമായിരുന്നെങ്കിൽ ഭയങ്കര ഉപകാരം. ഇങ്ങനെ അച്ചാറിന്റെ കുപ്പി അതൊക്കെ ആയിട്ട് പൊട്ടുന്ന കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ അതൊക്കെ താഴെ കൊണ്ട് വെക്കാറുണ്ട്. അത് പെട്ടെന്ന് തന്നെ വാനിഷ് ആവുന്നത് ഞാൻ കാണാറുണ്ട്. വല്ല ആക്രി എടുക്കുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ഈ സ്റ്റെപ്പിൽ ഫുള്ള് ഇങ്ങനെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ചെടികൾ വെച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് ഞാൻ അതങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഭൂരിഭാഗം കുപ്പികൾ നല്ലോണം വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ വാടി പോയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം തരം തിരിച്ചെടുക്കണം. അതിന് മുന്നേ ഈ ഒരു ചെടികൾ വെച്ച് ഈ ഒരു പോർഷൻ നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ, കാരണം നമുക്ക് ബാക്കി എല്ലാ സ്ഥലത്തും തുടക്കണതിൻ്റെ ഇടയിൽ ഇത് തുടക്കാൻ കഴിഞ്ഞാൽ ശരിയാവും. അങ്ങനെ ഈ ചെടികൾ വെച്ച സ്ഥലം മാത്രം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക്കും ബാക്കി എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ആക്കാം കേട്ടോ. ആദ്യം ഞാൻ ഈ കാർഡ്ബോർഡ് സെപ്പറേറ്റ് ആക്കാണ് കേട്ടോ. ഇത് കൊണ്ട് വിൽക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും കത്തിച്ചാണ് കളയാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം വിചാരിച്ചു എന്തായാലും കൊണ്ട് വിൽക്കാം. ടേബിൾ വാങ്ങിയ ഈ പെട്ടി ഉണ്ടായിരുന്നു, അതിലെല്ലാ കാർഡ്ബോർഡ് ഞാൻ ഒതുക്കിയിട്ട് നമുക്ക് നമ്മുടെ മെയിൻ പണിയിലോട്ട് കിടക്കാം പ്ലാസ്റ്റിക് ഒക്കെ തരം. അങ്ങനെ ഞാൻ പ്ലാസ്റ്റിക് വേറെ, ചില്ലുകുപ്പി, ടിന്ന് അതൊക്കെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആക്കി. എല്ലാം സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ലോഡ് പൊടി അതിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം സ്റ്റെപ്പിലോട്ട് തട്ടി വിട്ടിട്ടുണ്ട്. ഇതെല്ലാം താഴെ കൊണ്ട് വെക്കണം. അങ്ങനെ ഈ ലാസ്റ്റത്തെ വേസ്റ്റ് വരെ കൊണ്ടുവയ്ക്കാണ്. നമുക്ക് ബാക്കിയുള്ള സ്ഥലം കൂടെ അടിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ തുടക്കൽ സ്റ്റാർട്ട് ചെയ്യാം. മാത്രം ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു തൃപ്തി വരില്ല. തുടച്ചും കൂടെ കഴിഞ്ഞാലാണ് എനിക്ക് ഫുള്ള് ക്ലീൻ ആയി എന്നുള്ളൊരു ഫീല് വരുള്ളൂ. ഇനി ഞാൻ അടിച്ചു വരി അങ്ങനെ കൊണ്ടുവന്ന് കുറേ പൊടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യുന്ന ദിവസം താഴെ വരെ ഇങ്ങനെ അടിച്ചു വരി ഇടാറുണ്ട്. താഴെ താമസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. പൊടി അടിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് തുമ്മലൊക്കെ വരാറുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം മാത്രം തുമ്മൽ വന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും മാസ്ക് ഒക്കെ വെക്കാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം മാസ്ക് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് തുമ്മൽ അടിച്ചുവരലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുടക്കണേന് മുന്നേ ഈ ബോട്ടിൽസ് ഒന്ന് കഴുകി വെള്ളം ഫില്ല് ചെയ്ത് വെക്കാൻ. കാരണം ചില കുപ്പികളിലൊന്നും തീരെ വെള്ളമില്ലാണ്ടായിട്ടുണ്ടാവും. എല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ച് വെള്ളം നിറച്ച് വെച്ചതാണ്, പക്ഷെ ചില കുപ്പിയിലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയില്ല. അതായത് ഞാൻ എല്ലാ കുപ്പിയിലും വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. താഴെയും കുറേ കുപ്പികൾ ഇരിക്കുന്നുണ്ട്. ഇനി അതിലും കൂടെ ചെടി വെച്ച് കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചതിന് ശേഷം ഞാൻ തുടക്കൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മുകളിൽ ഞാൻ ഓൾറെഡി തുടച്ചു, പക്ഷെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നില്ല, കാരണം എല്ലാം കൂടെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ക്ലീനിങ്ങിന്റെ പരിപാടിയൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ വല്ല പാട്ടോ യൂട്യൂബിൽ വല്ല മൂവീസോ വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും ഞാൻ എപ്പോഴും പ്ലേ ചെയ്ത് വെക്കും. തുടക്കതിൻ്റെ ഇടയിൽ വല്ല മുടിയൊക്കെ ഒരാടെ കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എടുത്ത് കളയട്ടോ, കാരണം എനിക്ക് തുടയ്ക്കുമ്പോൾ അതെല്ലാം ഒരു തടസ്സം. ഇതാണ് കേട്ടോ വീടിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. എനിക്ക് കുറച്ചും കൂടെ അധികം ചെടികളിലൂടെ വെക്കണം എന്നുണ്ട്. ഞാൻ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, മണ്ണും കൂടെ വാങ്ങും. ഇവിടെ ചെടി വെക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്ത് പറയാം. അവിടെ ഓൾറെഡി മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് കുറേ വളർന്നു വന്നിട്ടുണ്ട്. അതാണ് ഞാൻ മാറ്റി വേറെ ചട്ടിയിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അത് വേറെ വല്ല പ്ലാന്റ്സ് വെക്കണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ട്. ആക്ച്വലി ഞാൻ ആ മണി പ്ലാന്റ് ഒക്കെ വീടിന്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ വീടിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ അത്രയും വളരുന്നില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പുറത്ത് കൊണ്ട് വെച്ച് നോക്കിയാണ്. പുറത്ത് വെച്ചപ്പോൾ നല്ല പോലെ വളരുന്നുണ്ട്. കാരണം ആ ഒരു ഏരിയയിൽ അത്യാവശ്യത്തിന് വെയിലാണ് കിട്ടുന്നത്. ഓവർ വെയിലും അതിന് പറ്റില്ല, തീരെ വെയിലില്ലാണ്ടും അതിന് പറ്റില്ല. അങ്ങനെ പറഞ്ഞ് താഴെ വരെ തുടച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. വീടിന്റെ ഉള്ളിൽ ഞാൻ ഓൾറെഡി തുടച്ചിട്ടുണ്ടെന്ന്, പക്ഷേ അതിന് വീഡിയോ ഒന്നും എടുക്കാന്നില്ല. എല്ലാം കൂടെ എടുക്കാമെന്ന് ശരിയാവില്ല. അങ്ങനെ ദേ നമ്മുടെ സ്റ്റെപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ചെടികൾ വെള്ളം നിറച്ചൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെടിയിൽ കുറച്ച് ഇലകൾ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. കരിഞ്ഞ ഇലകളൊക്കെ ചെടിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ എസ്തെറ്റിക്സിനെ ബാധിക്കും. കരിഞ്ഞ ഇലകളെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ക്ലീൻ ആക്കിയ സ്ഥലം ഞാൻ തന്നെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി മുകളിലോട്ട് പോവാണ് കേട്ടോ. എനിക്ക് ഞാൻ ക്ലീൻ ആക്കിയ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നേരെ പോയി കുളിക്കുമ്പോൾ തന്നെ ഞാൻ നല്ല ടയർഡായിട്ടുണ്ട്, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. കുളിക്കാൻ കയറുമ്പോൾ വേണം ബാത്റൂം കഴുകാനും ചെരുപ്പുകളൊക്കെ കഴുകാനും. അങ്ങനെ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊരു ആശ്വാസം എന്ന് പറയുക കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടി. വീട് ഫുള്ള് ക്ലീൻ ആയതിന്റെ ആശ്വാസം, പിന്നെ കുളിച്ചതിന്റെ ആശ്വാസം. കർക്കിടക ആയതുകൊണ്ട് തന്നെ ഇനി ഓരോ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ നോക്കും. കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മോയ്സ്ചറൈസർ
എന്ന് പറഞ്ഞ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുള്ളതാണ്. ഈ തലയൊക്കെ തുടച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ബാക്കിയുള്ള പണിയിലോട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കി നിങ്ങളെ കാണിച്ചില്ലല്ലോ, ഇതും കൂടെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമായില്ല. ഇതാണ് കേട്ടോ ഹോൾ വരുന്നത്. ഞാൻ പുതിയ വാങ്ങിയ ടേബിളാണത്. കൂളർ ഞാൻ അടുത്ത് റൂമിൽ നിന്ന് ഹോളിലേക്ക് വെച്ചേക്കായിരുന്നു കേട്ടോ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ഞാൻ കിടക്കുന്ന റൂം. ഇപ്രാവശ്യം ബെഡെല്ലാം ഞാൻ പിങ്ക് മയാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അപ്പുറത്തെ റൂം വരുന്നത്. ഇവിടെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുള്ളത്. ഇവിടെ ഞാൻ എല്ലാം ഒതുക്കി പറക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോകാം. രാവിലെ തന്നെ ക്ലീനിങ് പരിപാടി ആയതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുക്ക് ചെയ്യാന്ന് വെച്ചു. കാരണം ഞാൻ ഓൾറെഡി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് മാത്രം വെച്ചാൽ മതി. മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് കിച്ചണിൽ കയറിയപ്പോൾ തന്നെ മോട്ടർ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കാൻ എൻ്റെ വയറ്റിൽ നിന്ന് വിളി വരാൻ തുടങ്ങി. ഇന്നലെ ഞാൻ മുതിരക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചോറ് വയ്ക്കാൻ മുട്ട പൊരിക്കും. ഇത് മാത്രമാണ് കേട്ടോ പരിപാടി. കുക്കറിൽ ചോറ് വയ്ക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ചടപടയെന്ന് റെഡിയാവും. അങ്ങനെ മുട്ട പൊരിക്കാനായിട്ട് ഞാൻ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. കാരണം ഒരു ലോഡ് സവാള വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് തീർക്കണം. മുട്ട പൊട്ടിച്ചേക്ക് ഞാൻ അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ മുട്ട ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് തന്നെ ഈ കുക്കർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ വിസിൽ വരുമ്പോൾ വെള്ളം ഇങ്ങനെ തെറിക്കും. വെളിച്ചെണ്ണയിൽ നമ്മൾ മുട്ട ഇങ്ങനെ വറുത്ത് വരുന്ന ഒരു മണം ഉണ്ടല്ലോ. അടിപൊളിയാണ്. ഓംലേറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ അടച്ചു വെക്കിട്ടോ. കാരണം എനിക്ക് അടച്ചു വെക്കുമ്പോൾ കുറച്ച് അധികം ടേസ്റ്റ് കൂടുന്ന പോലെ തോന്നാറുണ്ട്. ആവശ്യത്തിനുള്ള കറി ഞാനിവിടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും തെറിക്കില്ല. ഞാൻ പിന്നെ ദേ ഇങ്ങനെ കുക്കുമ്പർ ക്യാരറ്റ് സവാള ഇതെല്ലാം വിനാഗിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് അത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് മുട്ട വറുത്തത് മുതിരപ്പേരി പിന്നെ ഉപ്പിലിട്ട സംഭവം. ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ മറ്റേ ഫ്രം എന്ന് പറഞ്ഞ സീരീസ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് കാണുന്ന ഈ ഫ്രം എന്ന് പറഞ്ഞ സീരീസ് ആണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ 3rd സീസൺ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം. ഓക്കെ ബൈ.